ഹലോ ഹൈ ഫ്രണ്ട്സ്, ബിഗ് ബോസിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ്. അതിൽ ഗ്രാൻഡ് ഫിനാലയിൽ ഇപ്പോൾ ടോപ്പ് 5 എത്തിയിട്ടുള്ള അക്ബർ ഇപ്പോൾ കുറച്ചു മുൻപ് ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റഡ് ആയിരിക്കുകയാണ്. അക്ബർ പോകുന്ന സമയത്ത് വളരെ ഇമോഷണൽ ഒക്കെ ആയിട്ടാണ് പോയത്. മാത്രമല്ല അനീഷിന്റെ അടുത്ത് വളരെ ജെന്യൂനായിട്ടുള്ള കാര്യം പറഞ്ഞു. അനീഷ് ആരെയും, അതായത് ഇൻസൾട്ടിങ്, ബോഡി ഷേമിങ്ങും, അതായത് ഒരു ലിമിറ്റ് വിട്ട് ട്രിഗർ ചെയ്യാത്ത ഒരു മത്സരാർത്ഥിയാണ് അനീഷ് എന്നൊരു ഒരു കോംപ്ലിമെന്റ് പറഞ്ഞിട്ടാണ് അനീഷിനെ പറ്റി പറഞ്ഞിട്ടാണ് അക്ബർ പടിയിറങ്ങിയത്. മാത്രമല്ല നല്ല രീതിയിൽ ഗെയിം കളിച്ചൊരു പ്ലെയർ തന്നെയായിരുന്നു അക്ബർ. എനിക്ക് അക്ബറിന് തോന്നിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നല്ല കഴിവുള്ള ടാലന്റ് ഉള്ള ഒരു ഗായകൻ കൂടിയാണ്. അതായത് കേരളത്തിൽ ഒരു സരിഗമ പറഞ്ഞ ഒരു പരിപാടിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു ഗായകൻ കൂടിയാണ് അക്ബർ. മാത്രമല്ല സ്പോട്ടിൽ അദ്ദേഹം പാരഡി സോങ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാറുണ്ട്. എന്തെങ്കിലും അക്ബർ നല്ലൊരു ഗെയിമർ ആയിരുന്നു, നല്ലൊരു ഗെയിം പ്ലെയർ ആയിരുന്നു ബിഗ് ബോസ് സീസൺ 7. അത് മാത്രമല്ല ഞാൻ മുൻപ് പറഞ്ഞ അദ്ദേഹത്തിന്റെ പാട്ടും വളരെ എനിക്ക് മാത്രം ഒരുപാട് അദ്ദേഹത്തിന്റെ പാട്ടിന് ഒരുപാട് ആരാധകരുണ്ട് പുറത്ത്. ഒരുപാട് ബിഗ് ബോസിൽ അങ്ങനെ അധികം വെറുപ്പിക്കാത്ത മത്സരാർത്ഥികൾ, ചുരുക്കം ചില മത്സരാർത്ഥികൾ ഒരാളായിരുന്നു അക്ബർ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 അവസാനിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയും ബിഗ് ബോസിൽ അനീഷ് ഉണ്ട്, നെവിൻ ഉണ്ട്, ഷാനവാസ് ഉണ്ട്, അനുമോളുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന പേരാണ് അനീഷിന്റെയും അനുമോളുടെയും. അപ്പോൾ ആര് കപ്പടിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം.